മഴ പെയ്യുന്നത് കണ്ടിരിക്കാൻ എന്തൊരു രസമാണ് അല്ലേ കൂട്ടുകാരെ? ഈ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ്. പൂക്കളും പൂമ്പാറ്റകളും പുല്ലും പുൽച്ചാടിയും മലയും പുഴയും അങ്ങനെ എന്തെല്ലാം. ഹായ്, നോക്കൂ, ഒരു കുഞ്ഞു തവള. എത്ര ജീവികളാണ് ഈ ഭൂമിയിൽ. വലിയ ആനയും കുഞ്ഞുറുമ്പും പാറിപ്പറക്കുന്ന കിളികളും പിന്നെ നമ്മളും. എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. മഴ പെയ്താൽ മണ്ണിൽ ചെടികൾ വളരുന്നു. പിന്നെ പൂക്കളും പഴങ്ങളും ധാന്യങ്ങളും എല്ലാം ധാരാളമായി ഉണ്ടാകുന്നു. പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. പൂവിനെന്തൊരു ചന്തം, പൂവിനെന്തു സുഗന്ധം. പൂമ്പാറ്റകളെ വാ വാ വാ, പൂന്തേനുണ്ണാൻ വാ വാ വാ. എത്ര സുന്ദരമായാണ് ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരമ്മയെ പോലെ പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്നു. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് എന്തൊരു സ്നേഹവും വാത്സല്യവുമാണ്. അച്ഛനും അമ്മയും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നു. നല്ല ഭക്ഷണവും കുഞ്ഞുടുപ്പുകളും കളിക്കൊപ്പുകളും അല്ലേ? അതുപോലെ നമ്മളും അവരെ സ്നേഹിക്കണം. അവർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് കുട്ടാപ്പിയെയും കൂട്ടുകാരെയും കാണണ്ടേ? എങ്കിൽ കണ്ടോളൂ മാതൃസ്നേഹത്തിന്റെ കഥ. ലുലു, ഏയ് ലുലു. ഹായ് കോഴിക്കുഞ്ഞ്, എന്തൊരു ഭംഗി. കോഴിക്കുഞ്ഞെ, നിന്റെ അമ്മ എവിടെ?
മട്ടൻ കടയിൽ ഇല പെറുക്കാൻ പോയി. കുഞ്ഞേ കുഞ്ഞേ പട്ടി കുഞ്ഞ് അമ്മ എവിടെ പോയി? കുട്ടൻ നായർ മട്ടൻ കടയിൽ ഇല പെറുക്കാൻ പോയി. കുഞ്ഞേ കുഞ്ഞേ തത്ത കുഞ്ഞി അമ്മ എവിടെ പോയി? കുഞ്ചൻ വയലിലെ നെൽക്കതിർ മെല്ലെ കൊത്തിയെടുക്കാൻ പോയി. കുഞ്ഞേ കുഞ്ഞേ തത്ത കുഞ്ഞി അമ്മ എവിടെ പോയി? കുഞ്ചൻ വയലിലെ നെൽക്കതിർ മെല്ലെ കൊത്തിയെടുക്കാൻ പോയി. കുഞ്ഞേ കുഞ്ഞേ റോഡിൽ വീണ കിടക്കും ആൽമരം കെട്ടി വലിക്കാൻ പോയി. കുഞ്ഞേ കുഞ്ഞേ ആന കുഞ്ഞേ അമ്മ എവിടെ പോയി? റോഡിൽ വീണ കിടക്കും ആൽമരം കെട്ടി വലിക്കാൻ പോയി. എങ്ങോട്ടാ ഇത്ര നേരത്തെ? ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. കുട്ടാപ്പിയുടെ അച്ഛനെവിടെ? അച്ഛന് മരം വലിക്കാനായി ഇന്നലെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കുട്ടാപ്പിയുടെ കൂടെ ഞങ്ങളും വരട്ടെ? വന്നോളൂ, അതിനെന്താ? നിങ്ങളും വരുന്നോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾക്ക് പേടിയാ. ദേ മുത്തിയമ്മ വരുന്നു. മുത്തിയമ്മേ മുത്തിയമ്മേ, ഞങ്ങൾ കുട്ടാപ്പിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാ. മുത്തിയമ്മ വരുന്നോ? അയ്യ മക്കളെ, മുത്തിയമ്മക്ക് നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും വയ്യ. മുത്തിയമ്മ പോണും, മക്കള് പോയിട്ട് വാ. രാവിലെ തന്നെ എല്ലാരും കൂടി എങ്ങട്ടാ? ഞങ്ങൾ കുട്ടാപ്പിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുക. നല്ല കഥ. കുട്ടാപ്പിന്റെ അച്ഛൻ അവര് ചങ്ങലക്കിട്ടത് കണ്ടില്ലേ? അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറക്കുമെന്ന് പറഞ്ഞ മാതിരി മതാൽഗീതാന്നാ തോന്നണത്. മനസ്സിലായില്ലേ? അയ്യോ, കുട്ടാപ്പിയുടെ അച്ഛൻ എന്ത് പറ്റിയാവോ? ആനയമ്മാവൻ ചവിട്ടി മറിച്ചിട്ടതാവും. എന്തിനാണ് അമ്മാവ ഞങ്ങൾ കളിച്ചിരുന്ന പൂമരം മറിച്ചിട്ടത്?
ഗജവീരനമ്മാവാ ഈ മരം പിഴുതുമറിക്കാൻ കാരണമെന്താണമ്മാവാ അമ്മാവാ അമ്മാവാ ഗജവീരനമ്മാവാ ഈ മരം പിഴുതുമറിക്കാൻ കാരണമെന്താണമ്മാവാ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കായി പൂക്കൾ നൽകും മരമല്ലേ കാൽനടയാത്രക്കാരിൽ തണലേകുന്നൊരു മരമല്ലേ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കായി പൂക്കൾ നൽകും മരമല്ലേ കാൽനടയാത്രക്കാരിൽ തണലേകുന്നൊരു മരമല്ലേ അമ്മാവാ അമ്മാവാ ഗജവീരനമ്മാവാ ഈ മരം പിഴുതുമറിക്കാൻ കാരണം എന്താണമ്മാവാ ഇന്നലെ ഞാൻ പണി ചെയ്യാൻ കാട്ടിൽ പോയൊരു നേരത്ത് ഇന്നലെ ഞാൻ പണി ചെയ്യാൻ കാട്ടിൽ പോയൊരു നേരത്ത് വന്നൊരുവൻ അവൻ ഒന്നാം പാപ്പാൻ എന്നുടെ ചാരത്ത് തട്ടലും മുട്ടലും കുത്തലുമായി കലി കാട്ടിയൻ ദേഹത്ത് അലമുറയിട്ടവനൊരു വടമെന്നിൽ നീട്ടിയ സമയത്ത് എന്തൊരു വേദനയുണ്ട് ഈ പല്ലിന് എങ്ങനെ ഞാൻ മരം കടിച്ചു വലിക്കും ശൗര്യം മൂത്തൊരു പാപ്പാൻ വന്നൻ തലയിലും മുതുകിലും ഓങ്ങിയടിച്ചു കാതിലും കഴുത്തിലും കുളത്തി വലിച്ചു കാലുകൾ ചങ്ങലയാലെ തളച്ചു കണ്ടവർ കേട്ടവർ ഓടിയൊളിച്ചു വേദനയാൽ ഞാൻ ആർത്തു വിളിച്ചു എന്റെ മുതുകിലിരിക്കുന്നോനെ ഞാനും ആഞ്ഞു പിടിച്ചു വലിച്ചെറിഞ്ഞു കണ്ണിൽ കണ്ടതെല്ലാം തട്ടിത്തെറിപ്പിച്ചു ചിഹ്നം വിളിച്ചു ഞാൻ ഓട്ടമായി ഒട്ടേറെ വൃക്ഷങ്ങൾ സസ്യലതാദികളൊക്കെയും അപ്പോൾ പിഴുതെറിഞ്ഞു നിങ്ങൾക്കെന്നും തണലേകുമി പൂമരം കൂട്ടത്തിൽ പെട്ടതും ഞാൻ അറിഞ്ഞു അയ്യോ വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണേ നടക്കാൻ കഴിയില്ല കിടക്കാൻ തരമില്ല ഒരേയൊരു നിപ്പാണല്ലോ ഉത്സവ പറമ്പില് അപ്പുറം ചെണ്ടവാദ്യം മറുപുറം കുഴൽനാദം അതിനിടെ അങ്ങിങ്ങുമായി പല പല കോലാഹലം ദാഹിച്ചു വലയുന്നു വിശന്നു പൊരിയുന്നു ഒരു തുള്ളി ജലം പോലും ലഭിക്കാതലയുന്നു നെറ്റിപ്പട്ടം കണ്ടിരിക്കാൻ എന്തൊരു അഴകാണ് ഞങ്ങൾക്കോ അതു ഭാരം ദുഃഖത്തിൻ ചിഹ്നമാണ് കുട്ടാപ്പി ചുണ്ടുകുറുക്കൻ കുട്ടാപ്പി എന്നീ കാർട്ടൂൺ സിനിമകൾക്ക് ശേഷം ഡോൺ ആനിമേഷൻ നിർമ്മിക്കുന്ന മൂന്നാമത്തെ കാർട്ടൂൺ ഫിലിം വമ്പൻ ചിമ്പു. കൂട്ടുകാരെല്ലാം കാണണം കേട്ടോ. വമ്പൻ ചിമ്പു. കുട്ടാപ്പി പാവം കുട്ടാപ്പിയുടെ അച്ഛന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എന്തിനാണ് മനുഷ്യരിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? എല്ലാ മനുഷ്യരും അങ്ങനെയല്ല കുട്ടാപ്പി. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ്. സാരമില്ല കുട്ടാപ്പി, ചില മനുഷ്യർ അറിവില്ലാത്തതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ടുട്ടു, ആ കാട് കണ്ടോ? ഹായ്, എത്ര മനോഹരമായ സ്ഥലം! ആ കാട്ടിലായിരുന്നു ഞാനും എന്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചിരുന്നത്. എന്നിട്ടോ ഒരു ദിവസം കുറെ ആളുകൾ ഞങ്ങളെ ചതിക്കുഴിയിൽ വീട്ടിൽ കൊണ്ടുവന്നു. ആ കാട്ടിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നോ. എങ്കിൽ നമുക്ക് പോയി കാണാം. അതെ കുട്ടാപ്പി, നമുക്ക് പോയി കാണാം.
നീന്തൽ കോച്ചിങ്ങോ പൊങ്ങന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ചുണ്ട ചുണ്ട, മനുഷ്യപ്പുറത്ത് 2 ആനക്കുട്ടികൾ അല്ലല്ല, ആനപ്പുറത്ത് 2 മനുഷ്യക്കുട്ടികൾ വരുന്നു. ഈ കാട് നശിപ്പിച്ച് നമ്മെ കൊല്ലാനായിരിക്കും അവരുടെ പ്ലാൻ. അവരെന്നെ കൊന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്കെന്നെ കൊല്ലാനാവില്ല. വാ, അവരെ എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ തോക്ക് പൊട്ടുമോ? നിലത്ത് വീണാ പൊട്ടും. താടി ഇളകുന്നു, അവരായിരിക്കും. എന്നാ വൈകണ്ട, ഉന്നം പിടിച്ചോ. കൊണ്ടു കൊണ്ടു കൊണ്ടല്ലോ. ഞാനാരാ മോൻ? ഞാൻ പണ്ട് ഒറ്റ വെടിക്ക് 10 ആനയെ തട്ടിയതാ. എന്തമ്മോ, എന്താ വെടി? അങ്ങനത്തെ എന്നോടാ കളി. നീ എന്നെ വെടിവെച്ചു അല്ലേടാ? നിന്നെ ഞാൻ ഓടടാ. നിങ്ങൾ ഇനിയും പോയില്ലേ? ഞങ്ങൾ കരടിച്ചേട്ടനോട് സോറി പറയാൻ വന്നതാ. വെടിവെച്ചിട്ട് സോറി പറയുന്നു. ഓടടാ. ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ദാ അവിടുന്ന്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം.
അങ്ങോട്ട് നോക്ക്, ആരാ വരുന്നതെന്ന്. കണ്ടിട്ടൊരു കൃഷിക്കാരനാണെന്ന് തോന്നുന്നു. വാ കുട്ടാപ്പി, നമുക്ക് അവരുടെ പിന്നാലെ പോകാം. കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞില്ലേ, പാപ്പാത്തി വന്നു. കൊച്ചു കൂട്ടുകാർക്കായി കുട്ടിക്കഥകളും. എന്റെ ഹൃദയം തിന്നാൻ എന്റെ ഭാര്യയ്ക്ക് വലിയ ആഗ്രഹം. അണ്ടച്ചാരായ ജുംബൻ മിന്നുവിന്റെ പുറകെ നെഞ്ചും വിരിച്ച് നടക്കാൻ തുടങ്ങി. കുട്ടിപ്പാട്ടുകളും. If you have no daughters, give them to your sons. 1 a penny, 2 a penny, hot cross buns. ചൊല്ലിപ്പഠിക്കാൻ ഇംഗ്ലീഷ് അക്ഷരമാലകളും. APPLE apple, AEROPLANE aeroplane, BALL ball, ELEPHANT elephant, zebra. കണ്ടു രസിക്കാൻ കൊച്ചു കഥകളും ഓർത്തോർത്ത് ചിരിക്കാൻ മുല്ലക്കഥകളും. ഇവിടെ എഴുതാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ കൈയക്ഷരം വായിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. കൂടാതെ കാട്ടിലെ കൂട്ടുകാരുടെ തമാശകളുമായി പാപ്പാത്തി വന്നു. മില്ലേനിയം കൂട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയ ആനിമേഷൻ വീഡിയോ CD പാപ്പാത്തി. കൂട്ടുകാരെ, വാങ്ങാൻ മറക്കരുതേ. ആരാ? പരിചയമില്ലല്ലോ. ഞങ്ങൾ ഇവിടെയൊക്കെ കാണാൻ വന്നതാ. എന്റെ പേര് ലുല്ലു, ഇത് ടുട്ടു, പിന്നെ ഇത് കുട്ടാപ്പി. ചേട്ടന്റെ പേരെന്താ? വീരൻ. വീരൻ ചേട്ടനെന്ന് എല്ലാവരും വിളിക്കും. ചേട്ടന്റെ മോനാണോ ഇത്? കുഞ്ചു. ആകെ 3 മക്കളാ, 2 ആണും 1 പെണ്ണും. മൂത്തയാൾ ദുബായിലാ. ആട്ടെ, ചേട്ടൻ എന്താ ജോലി? ഞാനൊരു കൃഷിക്കാരനാ. എനിക്കൊരു തോട്ടമുണ്ട്. എന്താ ഒരു സ്വകാര്യം പറച്ചിൽ? ഞങ്ങൾ വീരൻ ചേട്ടന്റെ തോട്ടം കാണാൻ വന്നോട്ടെ? വന്നോളൂ. ഇതാണെന്റെ വീട്. വീരൻ ചേട്ടന്റെ തോട്ടം എവിടെ? ദാ ആ കാണുന്നതാണെന്റെ തോട്ടം. എന്തൊരു ഭംഗി! എന്താ ഇത്ര അത്ഭുതം? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ലേ? നാട്ടിൽ ആരും പച്ചക്കറി കൃഷി ചെയ്യാറില്ല. അപ്പോ അങ്ങാടിയിൽ എങ്ങനെ പച്ചക്കറി ഉണ്ടാവുക? വേറെ നാട്ടിൽ നിന്നും വരും. അവനവന് വേണ്ടത്
അവനവൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയാൽ എന്താ? അതെങ്ങനെ? ഓരോ വീട്ടിലും ഓരോ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. അടുക്കളത്തോട്ടത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വാ, ഞാൻ കാണിച്ചു തരാം. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട നട്ടുവളർത്തിയ പച്ചക്കറിയുടെ പേരുകളെല്ലാം പറയൂ ചേട്ട. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട നട്ടുവളർത്തിയ പച്ചക്കറിയുടെ പേരുകളെല്ലാം പറയൂ ചേട്ട. പടവലം വഴുതന വെണ്ടയ്ക്ക, പാവല് കൈപ്പയും കത്രിക്ക, ചീരയും തോരയും മുരിങ്ങക്ക, ചൊല്ലാം പിന്നെയോ വാഴക്ക. പടവലം വഴുതന വെണ്ടയ്ക്ക, പാവല് കൈപ്പയും കത്രിക്ക, ചീരയും തോരയും മുരിങ്ങക്ക, ചൊല്ലാം പിന്നെയോ വാഴക്ക. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട നട്ടുവളർത്തിയ പച്ചക്കറിയുടെ പേരുകളെല്ലാം പറയൂ ചേട്ട. മത്തൻ വെള്ളരി കക്കിരിക്ക, 10 ഗുണം പപ്പായക്ക, ഇളവൻ കുമ്പളം ഓമക്ക, പ്ലാവില് കാണാലോ ചക്ക. മത്തൻ വെള്ളരി കക്കിരിക്ക, 10 ഗുണം പപ്പായക്ക, ഇളവൻ കുമ്പളം ഓമക്ക, പ്ലാവില് കാണാലോ ചക്ക. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട മണ്ണിനടിയിൽ പോഷകമുള്ള കിഴങ്ങിൻ കൂട്ടം ഏതാ ചേട്ട. ചേനച്ചേട്ടനെ കണ്ടില്ലേ, ചേമ്പും കൂർക്കയും തിന്നില്ലേ, കാച്ചിലും തിന്നാൻ രസമല്ലേ, കൂവയെ നിങ്ങൾക്കറിയില്ലേ. ചേനച്ചേട്ടനെ കണ്ടില്ലേ, ചേമ്പും കൂർക്കയും തിന്നില്ലേ, കാച്ചിലും തിന്നാൻ രസമല്ലേ, പൂവയെ നിങ്ങൾക്കറിയില്ലേ. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട മണ്ണിനടിയിൽ പോഷകമുള്ള കിഴങ്ങിൻ കൂട്ടം ഏതാ ചേട്ട. കറിയിലെ രാജൻ ആരാണ്, ഉരുളക്കിഴങ്ങത് നേരാണ്, കപ്പയോ നാട്ടിൽ ജോറാണ്, നാമം ഇതിനോ പലതാണ്. കറിയിലെ രാജൻ ആരാണ്, ഉരുളക്കിഴങ്ങത് നേരാണ്, കപ്പയോ നാട്ടിൽ ജോറാണ്, നാമം ഇതിനോ പലതാണ്. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട ഞങ്ങൾക്കും ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കാൻ കൊതിയേറും ചേട്ട. തോട്ടക്കാട്ടിലെ വീരൻ ചേട്ട തോട്ടം നോക്കി നടക്കും ചേട്ട ഞങ്ങൾക്കും ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കാൻ കൊതിയേറും ചേട്ട. വാ, ഇനി നമുക്ക് പുഴയിൽ പോയെന്ന് മുങ്ങിക്കുളിക്കാം. അയ്യേ, പുഴയിൽ കുളിക്കാൻ ഞങ്ങളില്ല. അതെന്താ? പുഴയിലെ വെള്ളം ചീത്തയാ. ആര് പറഞ്ഞു?
നല്ല കണ്ണാടി പോലത്തെ തെളിഞ്ഞ വെള്ളം. പുഴയിലൊന്നും മുങ്ങിക്കുളിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. ഞങ്ങളുടെ നാട്ടിലെ പുഴവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. ആളുകൾ എല്ലാ മാലിന്യങ്ങളും പുഴയിലാ കൊണ്ടുപോയിടുന്നത്. പുഴ ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. അതിനെ നശിപ്പിക്കാൻ പാടില്ല. ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളുടെ നാട് ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. അതെന്താ? ഞങ്ങളുടെ നാട്ടിലെ വഴിയും പുഴയും അങ്ങാടിയും ഒക്കെ വൃത്തികേടായിരിക്കുന്നു. കൂടാതെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും. അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയല്ലേ? ശരിയാ. നാടിനെ പറ്റി ഞങ്ങളുടെ മാമൻ ഒരു പാട്ട് പാടി തന്നിട്ടുണ്ട്. ചേട്ടന് കേൾക്കണോ? അതേത് പാട്ട്? പ്രിയപ്പെട്ട കുട്ടികളെ, പുഴകൾ ഭൂമിയുടെ രക്തക്കുഴലുകളാണ്. അതിലൂടെ മലിനജലം ഒഴുകിയാൽ ഭൂമി മരിക്കും. പുഴകൾ മനുഷ്യരുടെ മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതാണ്. പുഴകളെ നശിപ്പിക്കുന്ന ഒന്നും നാം ചെയ്യരുത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നതോ? കോഴിക്കടക്കാരൻ കോലത്തെ ബാപ്പൊട്ടി കോഴിയുടെ പാർട്സ് പുഴയിൽ തട്ടി. ചായക്കടക്കാരൻ ചെല്ലപ്പൻ മൂപ്പര് എച്ചില കെട്ടും വഴിയിലിട്ട്. കോഴിക്കടക്കാരൻ കോലത്തെ ബാപ്പൊട്ടി കോഴിയുടെ പാർട്സ് പുഴയിൽ തട്ടി. ചായക്കടക്കാരൻ ചെല്ലപ്പൻ മൂപ്പര് എച്ചില കെട്ടും വഴിയിലിട്ട്. അയ്യയ്യോ നീറുന്നേ, വല്ലാതെ നാറുന്നേ, റോഡിൽ നടക്കാൻ വയ്യാതാവുന്നേ. അയ്യയ്യോ നീറുന്നേ, വല്ലാതെ നാറുന്നേ, റോഡിൽ നടക്കാൻ വയ്യാതാവുന്നേ. മൂക്കിന്റെ ഉള്ളിൽ തുളഞ്ഞു കേറും നാറ്റം ഏറ്റു തല ചുറ്റി വീണിടുന്നേ. കോഴിക്കടക്കാരൻ കോലത്തെ ബാപ്പൊട്ടി കോഴിയുടെ പാർട്സ് പുഴയിൽ തട്ടി. ചായക്കടക്കാരൻ ചെല്ലപ്പൻ മൂപ്പര് എച്ചില കെട്ടും വഴിയിലിട്ടേ. ചിക്കുൻകുനിയ തക്കാളിപ്പനി പല രോഗങ്ങളേറിടും കാലം വന്നേ. ചിക്കുൻകുനിയ തക്കാളിപ്പനി പല രോഗങ്ങളേറിടും കാലം വന്നേ. കെട്ടി നിൽക്കും ജലം മുട്ടയിട്ട് കൊതുവംശം പെരുപ്പിക്കും മട്ടിലായേ. ചിക്കുൻകുനിയ തക്കാളിപ്പനി പല രോഗങ്ങളേറിടും കാലം വന്നേ. കെട്ടി നിൽക്കും ജലം മുട്ടയിട്ട് കൊതുവംശം പെരുപ്പിക്കും മട്ടിലായേ. എന്നും മണൽ തിട്ട കപ്പുറം ഇപ്പുറം നിന്നു കളിച്ചിടും കാലം പോയേ. എന്നും മണൽ തിട്ട കപ്പുറം ഇപ്പുറം നിന്നു കളിച്ചിടും കാലം പോയേ. ഇന്നു മണൽ വാരിക്കോരിയും ഈ പുഴ മൃത്യു വരിക്കും സമയമായേ. എന്നും മണൽ തിട്ട കപ്പുറം ഇപ്പുറം നിന്നു കളിച്ചിടും കാലം പോയേ. ഇന്നു മണൽ വാരിക്കോരിയും ഈ പുഴ മൃത്യു വരിക്കും സമയമായേ. നമ്മൾ കുളിക്കും കടവിന്റെ വക്കത്ത് ചട്ടിമൺ വെട്ടിയും കൊട്ടയാണ്. നമ്മൾ കുളിക്കും കടവിന്റെ വക്കത്ത് ചട്ടിമൺ വെട്ടിയും കൊട്ടയാണ്. ട്രാക്ടറും ലോറിയും കൂട്ടത്തിൽ പിക്കപ്പും എല്ലാം മണൽ വാരൻ വന്നോരാണ്. കുളിക്കാനൊരുത്തൻ പുഴയിൽ വന്ന് മെല്ലെ മുങ്ങിയപ്പം കോഴിക്കുടല് പിടലിൽ തൂങ്ങി മാല ചാർത്തിയന്നേരം. കുളിക്കാനൊരുത്തൻ പുഴയിൽ വന്ന് മെല്ലെ മുങ്ങിയപ്പം കോഴിക്കുടല് പിടലിൽ തൂങ്ങി മാല ചാർത്തിയന്നേരം. അയ്യയ്യോ തൊന്തരവാണേ ഈ നദി നാടിന്റെ സങ്കടമേ. കഷ്ടം
പാരിന്റെ ശത്രുക്കളാണേ ഈ വിധം ചെയ്യും സമൂഹമതേ. അയ്യോ തൊന്തരവാണേ ഈ നദി നാടിന്റെ സങ്കടമേ, കഷ്ടം പാരിന്റെ ശത്രുക്കളാണേ ഈ വിധം ചെയ്യും സമൂഹമതേ. പാരിന്റെ ശത്രുക്കളാണേ ഈ വിധം ചെയ്യും സമൂഹമതേ. പാരിന്റെ ശത്രുക്കളാണേ ഈ വിധം ചെയ്യും സമൂഹമതേ. പൊതുവഴിയിൽ കവലകളിൽ വിളവൂറും മണ്ണുകളിൽ പ്ലാസ്റ്റിക്കിൻ കീസുകൾ എറിയുന്നു നമ്മൾ. അറിയാതെ ചെയ്തിടും ഇതു കാരണം പിന്നെ വലിയ വിപത്തിൽ നാം ചാടിടുന്നു. വലിയ വിപത്തിൽ നാം ചാടിടുന്നു. അവരൊക്കെ ഞങ്ങളെ കണ്ട് പഠിക്കട്ടെ. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും ഞങ്ങളാരും ചെയ്യാറില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അയ്യോ ടുട്ടു, സമയമേറെയായി. അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടാവും. അയ്യോ ശരിയാണ് വീരൻ ചേട്ടാ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാട്ടിലെ പുഴയിൽ കുളിക്കാൻ ഞങ്ങൾ മറ്റൊരിക്കൽ വരാം. കുട്ടാപ്പി, എന്തു പറ്റി? നാട്ടിലേക്ക് ഞാനിനി വരുന്നില്ല. നാട്ടിൽ ജീവിക്കാൻ എനിക്ക് പേടിയാ. ഇവർ നമ്മെ കൊല്ലാൻ വന്നതൊന്നുമല്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. എത്ര നല്ല കുട്ടികൾ. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾ തിരിച്ചു പോകരുത്. നിങ്ങൾ തിരിച്ചു പോകരുത്. ഇന്നു മുതൽ ഞങ്ങളും നിങ്ങളുടെ കൂട്ടുകാരാണ്. നമുക്ക് ഈ കാട്ടിൽ സുഖമായി ജീവിക്കാം. അയ്യോ, ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങൾ മറ്റൊരിക്കൽ വരാം. നോക്കൂ മുത്തിയമ്മ. മുത്തിയമ്മേ, മുത്തിയമ്മ എന്താ ഇവിടെ ആലോചിച്ചിരിക്കുന്നത്? നടന്ന് നടന്ന് തളർന്നു മക്കളെ. മുത്തിയമ്മേ, ഞങ്ങൾ കുട്ടാപ്പിയുടെ കൂടെ കാട്ടിലൊക്കെ പോയി. അതെയോ? എന്നിട്ട് കുട്ടാപ്പി എവിടെയാ? കുട്ടാപ്പി ഞങ്ങളുടെ കൂടെ വന്നില്ല. കാട് എന്തൊരു രസമാണെന്നോ.
എങ്കിൽ കാട്ടിലെ കഥകളൊക്കെ മുത്തിയമ്മക്ക് പറഞ്ഞതാ. ആദ്യം മുത്തിയമ്മ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞതാ. കഥകളൊക്കെ മറന്നു പോയി മക്കളെ. മുത്തശ്ശി കഥകൾ കേൾക്കാൻ ഇപ്പോ ആർക്കാ സമയം? പഠിച്ചത് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നാലേ ഓർമ്മയുണ്ടാവൂ. മക്കളൊരു പാട്ട് പാടിത്ത മുത്തിയമ്മക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടട്ടെ. മുത്തിയമ്മയ്ക്ക് എന്താ മനസ്സിന് സന്തോഷമില്ലാത്തത്? മുത്തിയമ്മയ്ക്ക് ഞങ്ങളെ പോലെ കളിച്ച് ചിരിച്ച് നടന്നൂടെ? മുത്തിയമ്മ ഇപ്പൊ ഒറ്റക്കാ. മുത്തിയമ്മയ്ക്ക് മക്കളുണ്ടല്ലോ, പിന്നെന്താ? മുത്തിയമ്മ 10 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. എത്ര കഷ്ടപ്പെട്ട മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയത്. അവരൊക്കെ വളർന്ന് വലുതായപ്പോ ഈ അമ്മയെ വേണ്ടാതായി. നിങ്ങളൊക്കെ കുറെ കഴിയുമ്പോ വലിയവരാകും. അപ്പോ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. അത് പാപമാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മുത്തശ്ശി. മക്കൾക്കെല്ലാവർക്കും തൊഴിലുണ്ടേലും എല്ലാരും വിട്ടേച്ചു പോയതാണ്. എങ്കിലും ഈ അമ്മയ്ക്ക് തണലായി കുഞ്ഞുങ്ങളാണേലും ഞങ്ങളുണ്ടേ. മക്കൾക്കെല്ലാവർക്കും തൊഴിലുണ്ടേലും എല്ലാരും വിട്ടേച്ചു പോയതാണ്. എങ്കിലും ഈ അമ്മയ്ക്ക് തണലായി കുഞ്ഞുങ്ങളാണേലും ഞങ്ങളുണ്ടേ. എങ്കിലും ഈ അമ്മയ്ക്ക് തണലായി കുഞ്ഞുങ്ങളാണേലും ഞങ്ങളുണ്ടേ. കുഞ്ഞുങ്ങളാണേലും ഞങ്ങളുണ്ടേ. ആ കുട്ടാപ്പി എന്താ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത്? എന്റെ അച്ഛനെയും അമ്മയെയും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരാപത്ത് വരുമ്പോ അവരെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? എല്ലാവരും കുട്ടാപ്പിയെ കണ്ടു പഠിക്കണം. മുത്തിയമ്മേ, നമുക്ക് കുട്ടാപ്പിയെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. മുത്തിയമ്മയ്ക്ക് മക്കളായി ഞങ്ങളൊക്കെയുണ്ട്. നമുക്ക് കഥകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും സന്തോഷമായി കഴിയാം.
രണ്ടാമൻ മണ്ടപ്പൻ ചാണ്ടിയാണേ, മൂന്നാമൻ മൂക്കറ്റം മോന്തലാണേ, നാലാമൻ നാട്ടിലെ കേടിയാണേ, ഒന്നാമനോ മന കുഞ്ചുവാണേ, രണ്ടാമൻ മണ്ടപ്പൻ ചാണ്ടിയാണേ, മൂന്നാമൻ മൂക്കറ്റം മോന്തലാണേ, നാലാമൻ നാട്ടിലെ കേടിയാണേ. അപ്പോ അഞ്ചാമനോ? അഞ്ചാമൻ വഞ്ചി തോഴയലാണേ, ആറാമൻ കാറിന്റെ ഡ്രൈവറാണേ, ഏഴാമൻ വാഴ കൃഷിയിലാണേ, എട്ടാമൻ മുട്ടക്കടയിലാണേ, ഒമ്പതാമൻ വമ്പൻ പോലീസാണേ, പത്താമൻ മാത്തപ്പൻ റൗഡിയാണേ, മുത്തിയമ്മ 10 മക്കൾ പെറ്റേ, 10 ആൾക്കും ഓരോ ജോലി ലഭിച്ചേ, പത്തനമില്ലാത്ത മുത്തിയമ്മ അത്രയ്ക്കും കഷ്ടത്തിലാണിയമ്മ.